എപ്പോൾ എഡിറ്റ് ചെയ്തിടുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇന്ന് എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ ഒരു ഇവന്റ് കമ്പനി ഉണ്ട്. ആ ഇവന്റ് കമ്പനിയുടെ പേര് വന്നിട്ട് ഓട്ടം ഇവന്റ്സ്. അപ്പോൾ ഈ ഓട്ടം ഇവന്റ്സിൽ പോയി ഡാൻസ് കളിക്കുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക്. എൻ്റെ മാത്രമല്ല, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ പഠിക്കണം, എൻ്റെ കോളേജിലത്തെ ഫ്രണ്ട്സ് ഉണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ പോകുന്നു, ഡാൻസ് കളിക്കുന്നു. അതാണ് നമ്മുടെ വർക്ക്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഓട്ടം ഇവന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഒരു വർക്ക് ഏറ്റെടുത്തതിന് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫുഡ്, ഡെക്കറേഷൻ, ഇപ്പോൾ എന്താ പറയുക, മാല, ബൊക്ക, കേക്ക്, ഡാൻസ്, പാട്ട്, അങ്ങനെ ഒരു വെഡ്ഡിങ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാ പേജ് ഞാൻ ഇവിടെ കൊടുക്കാം, വേണമെന്നുള്ളവർ കയറി നോക്കാം. പിന്നെ നമ്പർ ആണെങ്കിൽ ഞാൻ വീഡിയോയുടെ ലാസ്റ്റിന് കൊടുക്കാം. അപ്പോൾ ഇനി ഫുഡിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ അവർ എന്താ പറയുക, ഒരു കോൺടാക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ട്രസ്റ്റ് ഉള്ള ഒരു ഫുഡ് കമ്പനി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഫുഡിൻ്റെ ആൾക്കാരുടെ ഒരു ഇതുണ്ടാവുമല്ലോ, ടീം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഫുഡിൻ്റെ ആൾക്കാർക്ക് ഈ കോൺടാക്ട് കൊടുത്തിട്ട്, കോൺടാക്ട് തന്ന ആൾക്കാരില്ലേ അവർക്ക് ഇവരുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ആ ഫുഡ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. നമ്മളല്ല, അവർ ഓട്ടോമിക്സാർ. ഓക്കെ, അവരവിടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അങ്ങനെ എല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഓട്ടം ഇവന്റ്സ്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം. ഓക്കെ, ഒരു റിഗ്രറ്റ് അടിക്കില്ല, പ്രോമിസാണ്. ഒരു റിഗ്രറ്റും നിങ്ങൾ അടിക്കത്തില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ഡാൻസ് ആയാലും പാട്ടായാലും ഞാനൊക്കെ ഉണ്ടാവും മനസ്സിലാവും. അപ്പം എന്നെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഡാൻസ് ആയാലും പാട്ടായാലും ഡെക്കറേഷൻസ് ആയാലും എല്ലാം അടിപൊളിയാണ്. ഇൻസ്റ്റയിൽ കയറി നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്കിനി റെഡി ആവാം. ഇപ്പോഴും നേരം വൈകി, എനിക്ക് കുറച്ച് അരമണിക്കൂർ കൊണ്ട് റെഡി ആയി ഫുഡ് കഴിച്ച് ഒരു അമ്മാടത്തെത്തണം. ഞാൻ തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ അമ്മാടത്താണ് ചേട്ടൻ്റെ വീട്. അവിടെ നിന്നാണ് നമ്മൾ തൃശ്ശൂർക്ക് പോയിട്ട്, ചിലപ്പോൾ പുതുക്കാട് പോയിട്ട്, പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ ഒരു 4 പേരാണ് ഇന്നത്തെ വർക്ക്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വിടുന്നു കൊടകര. ഓക്കെ, അവിടെയാണ് ഇന്നത്തെ വർക്ക്. ഓക്കെ, അപ്പം ഇത് റെഡിയാവും. സോ ഗൈസ്, നമ്മൾ വീട് പൂട്ടിയിട്ട് ഇറങ്ങി. അപ്പം എൻ്റെ ഒറ്റ വിളിച്ചിട്ട് കമ്മലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും തുറന്ന് കമ്മലൊക്കെ എടുത്തു. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് 1-ാം തീയതിയാണ്, അപ്പം അമ്പലത്തിൽ കയറിയിട്ട് പോകാൻ പറഞ്ഞു. അപ്പം ഇവിടെ തൊട്ട് മുന്നിലൊരു അമ്പലമുണ്ട്. അമ്പലം ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് തൊഴുതിട്ട് നമ്മളിത് ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അവിടെ എത്തിയിട്ട് ഇനി അമ്മയുടെ റൂട്ടുള്ള ബസ്സൊക്കെ കാത്തിരിക്കണം. എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ബസ്സൊക്കെ കയറിയിട്ട് ഇനി പോയി അമ്മയുടെ തരണം. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ശിവൻ. അതിന് ഓട്ടം ഇവന്റ്സിനെ പറ്റി എന്താ പറയണ? ഞാൻ പറഞ്ഞു കുറച്ച്. എന്നാലും പറഞ്ഞു എന്ത്. ഇനി നേരെ നമ്മള് തൃശ്ശൂർക്കാണ് പോണത്. അവിടുന്ന് ബാക്കി ആൾക്കാരെ കൂടി പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വർക്കിന് പോകും. ഓക്കെ, സോ ബാക്കി 4 പേര് പുതുക്കാട്, ബാക്കി 4 പേരല്ല, ബാക്കി 3 പേര് പുതുക്കാട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ പുതുക്കാട് എത്തിയിട്ടുണ്ട്. ഞാൻ അവരെ പിക്ക് ചെയ്യാം. അപ്പം അവരെ കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, ഇവരാണ് നമ്മുടെ ബാക്കിയുള്ള 3 പേര്. ഹായ് 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 ഹായ്. ദിസ് ഈസ് മാളു, ദിസ് ഈസ് ആയില, ദിസ് ഈസ് അശ്വതി. ഹായ് പറഞ്ഞു. ഹായ്. സോ നമ്മളങ്ങനെ വർക്കിൻ്റെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ പള്ളിയുണ്ട്, അവിടെ ഓഡിറ്റോറിയം. നമ്മളിനിയും കളിച്ചു നോക്കണം പോയിട്ട്, എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റാം. ദിസ് ഈസ് അശ്വതി. ഓക്കെ, നമുക്ക് ഡ്രസ്സ് മാറാൻ പോവാം. ഓക്കെ, നമ്മുടെ സ്റ്റേജ് നമുക്ക് കളിച്ചു നോക്കാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്തു. അതിൻ്റെ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ ഇവിടെ വെൽക്കം ഡ്രിങ്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് പോയി കുടിക്കാം. ഹായ്. അപ്പം ഞാൻ വാട്ടർമെലൺ നാട്ടെടുത്തത്. ഹായ് ഹായ് പറയും. സെയിമാണോ? അതെ, ഞങ്ങളുടെ വാട്ടർമെലണാ. തണ്ണിമത്തൻ ഇഷ്ടം, അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. പക്ഷെ
ഇടുക്കി ഇവിടെ എത്തിയിട്ട് നമ്മൾ ഒരുങ്ങിയതോ ആ റൂമോ നമ്മൾ ഒരുക്കം കഴിഞ്ഞിട്ടുള്ളതോ ഡാൻസോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാം പെട്ടെന്നായിരുന്നു. നമ്മൾ എത്തിയിട്ട് ഒരു കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിൽ കയറി ഒരുങ്ങാണ് ചെയ്തത്. ഒരുങ്ങി കഴിഞ്ഞ് അപ്പം തന്നെ ചെക്കനും പെണ്ണും എത്തി വേഗം വരാമാനും അനൗൺസ് ചെയ്തു. അപ്പോൾ നമ്മൾ വേഗം കൂടി കളിക്കുക ചെയ്തത്. അതുകൊണ്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇപ്പോൾ നമ്മൾ ഡാൻസൊക്കെ കഴിഞ്ഞ് എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞു, സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു, സന്തോഷമായി. ഇപ്പം ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഡാൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 ആൻറ്റിമാരൊക്കെ വന്നിട്ട് ഞങ്ങളെപ്പറ്റി അന്വേഷിച്ചു, എങ്ങനെയാണ് എന്നിട്ട് പേയ്മെൻറ്റ് എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അതൊക്കെ പറഞ്ഞെടുത്തു. പക്ഷേ സ്റ്റീഫേട്ടൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അവിടുത്തെ ഡെക്കറേഷൻസും പിന്നെ സ്റ്റേജിലത്തെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. കഴിക്കാൻ പോവാണ്. കേക്ക് ഉണ്ടാവും. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ചോറുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, സവാള ഉണ്ട്, ചമ്മന്തി ഉണ്ട്, ജിലേബിയുണ്ട്, ലഡുണ്ട്, മടക്കാനുണ്ട്. സ്റ്റേജോ അതിനോട്ട് സാധനം. ഓക്കെ, അപ്പോൾ നമുക്കിനി തിന്നാം. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. വയറ് ഫുള്ളായി ഗൈസ്. സൂപ്പർ ഫുഡായിരുന്നു അല്ലേ? സൂപ്പർ ഫുഡായിരുന്നു. ഇനി നമുക്ക് എന്താ കഴിക്കാൻ പോവാം? നമ്പർ ഓഫ് ഐറ്റംസ് കുറവായിരുന്നു, പക്ഷേ ഓക്കെ, നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാട്ടോ. ഇവിടെ വരെ കുഞ്ഞി പിള്ളേർ ഡാൻസ് പഠിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വാനില ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡാണ് കേട്ടുള്ളത്. ഓക്കെ, ഗുലാബ് ജാമുൻ ഇല്ല. ഞാൻ ഗുലാബ് ജാമുൻ കുറെ പ്രതീക്ഷിച്ചു. ഇതാണ് ഇപ്പം നമുക്കുള്ളത്. തിന്നിട്ട് വരാം. ഞാൻ വീണ്ടും വാട്ടർമെലൺ ജ്യൂസ് എടുത്തു. നമ്മൾ ബാഗൊക്കെ എടുത്തു. ഇനി നമുക്ക് അവരെ ചേട്ടന്മാർ തപ്പിയിട്ട് അവരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ വീട്ടിൽ പോകണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കാറിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാം. ഏകദേശം ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളും പോവാണ്. ടാറ്റാ. അങ്ങനെ നമ്മൾ എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എത്തിക്കുന്നു. ഇവിടുന്നുണ്ട് ഇനി cocina comida bye bye. ഇപ്പൊ എല്ലാവരും ഇറക്കി വിട്ടു. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഇവര് ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടാക്കും. നമ്മൾ എത്താറായില്ല. ഒരു അരമണിക്കൂറും കൂടി നമ്മളിപ്പോ എത്തും. അങ്ങനെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി. ഓക്കെ, നസീഫേട്ടന് ഇവിടെ വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കാട്ടാ. ഇഷ്ടയില്ലേ?
അടിപൊളി ഡാൻസ് ഇഷ്ടായി. കാണാണ്ട് പറഞ്ഞു പുണ്ണിയുടെ വീട്ടിലെ ചായക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞ ശരി. ഇങ്ങനെ എക്സ്പ്രഷൻ കണ്ടില്ല പൊടി കാരണം. എല്ലാരും സീനായിരുന്നു. അവര് 18-ാം തീയതി അല്ല എക്സാം, ഇന്നല്ലേ എക്സാമിന്റെ അന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് കുറച്ച് മണിക്കൂർ കൊണ്ട് പഠിച്ചു കൊണ്ടുവന്ന് നന്നായി ഡാൻസ് ഒക്കെ കളിച്ചപ്പോ തന്നെ മെൽറ്റ്. കംപ്ലീറ്റ്ലി ഹാപ്പി, സാറ്റിസ്ഫൈഡ്. അങ്ങനെ നല്ല റിവ്യൂ നമുക്ക് സിഫയുടെ അടുത്ത് നിൽക്കിട്ടിരിക്കുന്നു. വി ആർ ഹാപ്പി, ഐ ആം ഹാപ്പി. ഓക്കെ, അങ്ങനെ ഞാനും ഇറങ്ങി. ഇപ്പം ഞാൻ അതേ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാക്കി റിവ്യൂ പറയാം. അങ്ങനെ ഇന്നത്തെ വർക്ക് ഇവിടെ തീർന്നു. ഇനി നമുക്ക് മറ്റന്നാൾ ഒരു പരിപാടി ഉണ്ട്. അത് ഞാൻ പോവില്ലോ എന്ന് അറിഞ്ഞൂടാ. അത് പോവാണെങ്കിൽ അതും ഞാൻ ബ്ലോഗാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇതല്ല. നമ്മുടെ വണ്ടി പൊളിച്ച് പണിയാൻ കൊടുത്തേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വേറെ വണ്ടിയാണ്. പിന്നെ വെച്ചാൽ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും. അതായത് ഇവരൊരു എന്താ പറയുക, കുറേ ചേട്ടന്മാരുണ്ട്, പിന്നെ കുറേ ചേച്ചിമാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു വർക്കായിരുന്നു. അത് ഞങ്ങളുടെ മാത്രം ഡാൻസ് ഉള്ളൊരു വർക്കായിരുന്നു. പിന്നെ അടുത്ത എന്താ പറയുക, പൂക്കളും ഇപ്പം നേരത്തെ വീട്ടിൽ കാണുന്ന പോലെ പൂക്കളും മറ്റേ ഡെക്കറേഷൻസ് സാധനങ്ങളും ഒക്കെ ഓട്ടോമാറ്റിക്സിൽ തന്നെയാണ്. അപ്പോൾ വർക്ക് വെച്ചാൽ ഡാൻസ് ഞങ്ങളുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം ആയതെന്ന്. അല്ലെങ്കിൽ വേറെയും ഇപ്പം ആങ്കറിങ് ചേച്ചിമാർ, പിന്നെ ഡാൻസ് കളിക്കാൻ വേറെ ചേട്ടന്മാർ, അങ്ങനെ ഒരു വലിയൊരു ഇതായിട്ടാണ് പോവാറ്. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇങ്ങനെയൊന്നും കെട്ടാറില്ല, ഞാൻ ഫുൾ അഴിച്ചിടാൻ ചെയ്യാറ്. പിന്നെ കൂടെയുള്ളവർമാരൊക്കെ ചീത്ത പറഞ്ഞ് അവർക്ക് അവർ അച്ചു കെട്ടിയെന്നതാണ് ഈ ഹെയർ സ്റ്റൈൽ എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഇങ്ങനെ പൊട്ടൊന്നും തൊടാറില്ല. ഞാൻ തൊടാണെങ്കിൽ ഇച്ചിരി വലിപ്പമുള്ള പൊട്ടാണ് തൊടാറ്. അപ്പം അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ട അമ്മാമ്മോട് ലാസ്റ്റ് യാത്ര പറയാൻ പറ്റിയില്ല. ആളിച്ചിരി ബിസി ആയിരുന്നു. അപ്പം ഇനിയിപ്പോൾ പോയി, ഇനിയിപ്പോൾ അവരുടെ ദേഷ്യമായാലും അതുകൊണ്ട് ഞാൻ യാത്ര ഒന്നും പറയാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇതിപ്പോൾ അടുത്താണ്, ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുള്ള വർക്ക് കിട്ടുന്നത്. ഇതുവരെ പോയിട്ടുള്ളത് അങ്കമാലി, കൊല്ലം, ഇടുക്കി, അങ്ങനെ പുറത്തേക്കുള്ള ഇതാണ്. അപ്പം അത് രാവിലെ പോയിട്ട് രാത്രി എത്താറാണ് പതിവ്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നേരം വൈകിട്ട് പോയിട്ട് നേരത്തെ എത്തുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആർക്കെങ്കിലും ഓട്ടോമൊബൈൽസിൻ്റെ ഇത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, ട്രസ്റ്റ് മീ. വേണമെങ്കിൽ അവരുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ കയറി നോക്കാം. ഓക്കെ, ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ എൻ്റെ വർക്കിനെ ഞാൻ കാണിച്ചതാണ്. അത് എനിക്ക് പറയാൻ, അവരെ പറ്റി പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ ഇത് നിർത്താണ്. കുറച്ച് ഇനിയും ലെങ്ത്ത് കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല. അതൊക്കെ എഡിറ്റ് ചെയ്തിരിക്കണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. ഞാൻ എന്തുകൊണ്ടാണ് കൈ ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആരും വന്ന് പറയേണ്ട. ഞാൻ അങ്ങനെയാണ്. എനിക്ക് കൈ നമ്മൾ ചില കരയും കൈ കൊണ്ട് സംസാരിച്ചാൽ നമുക്ക് മുഖത്തെ എക്സ്പ്രഷൻസ് ഉള്ളിൽ നിന്നുള്ളത് വരെ ഉള്ളൂ. അതെ, അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ